പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡിസംബർ 8-ാം തീയതി നമ്മൾ POCയിൽ വെച്ച് ഒരു പ്രോഗ്രാം ചെയ്യുന്നു. അതിൻ്റെ പേരിതാണ് ജീസസ് ഫ്രണ്ട്സ് എന്ന യേശുവിൻ്റെ കൂട്ടുകാർ. യേശുവിൻ്റെ കൂട്ടുകാരെന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സഭയോടൊപ്പവും മാർപ്പാപ്പയോടൊപ്പവുമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തെരുവിലുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ആഹാരം കൊടുക്കുന്നവരുണ്ട്, വസ്ത്രം കൊടുക്കുന്നവരുണ്ട്, മറ്റു ചില സാഹചര്യങ്ങളിൽ രോഗികൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി നന്മ ചെയ്യുന്നവരുണ്ട്, വസ്ത്രം കൊടുക്കുന്നവരുണ്ട്, ചില മനുഷ്യരെ നിരന്തരമായി സഹായിക്കുന്നവരുണ്ട്, ചില ആതുരാലയങ്ങളിൽ ആഹാരം കൊടുത്തുകൊണ്ട് മനുഷ്യ ജീവികളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന, അതുപോലെ ആതുരാലയങ്ങളിൽ പോയി കഴിയുന്ന നന്മ ചെയ്യുന്നവർ, അങ്ങനെ ചെറുതും വലുതുമായി നന്മ ചെയ്യുന്ന നിരവധിയായ ശുശ്രൂഷകരുണ്ട്. ഇവരിൽ പലരും തങ്ങളുടെ പേര് പോലും ലോകത്താരും അറിയരുതെന്ന് വിചാരിച്ച ചെയ്യുന്നത് ഒത്തിരി നല്ല കാര്യമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ. ഒത്തിരി നല്ല കാര്യമാണത്. പക്ഷേ സമൂഹത്തിലെ ഇന്നത്തെ ജീവിതത്തിൽ പല മനുഷ്യർക്കും നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഒരു മോട്ടിവേഷനായി നമ്മുടെ ഇങ്ങനെ തെരുവിൽ ശുശ്രൂഷ ചെയ്യുന്നവരും ആരും അറിയാതെ ശുശ്രൂഷ ചെയ്യുന്നവരുമായ ശുശ്രൂഷകരെ ഒരുമിച്ച് കൂട്ടി അവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആ അനുഭവം ഇന്ന് വരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്തവർക്ക് പ്രേരണയായി തീരും. അതൊരു വലിയ നന്മയായിരിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തത്. ആദ്യം നമ്മളൊരു 6 മാസം മുമ്പ് ഒരു ശുശ്രൂഷ നമ്മൾ കോട്ടയം ചൈതന്യയിൽ ചെയ്തു. വന്നവർക്കെല്ലാം അതൊരു പുതിയ അനുഭവം, പുതിയ അറിവുമായിരുന്നു. ഇവിടെ പ്രത്യേകമായിട്ട് പ്രസംഗിക്കാൻ ആളില്ല, അധ്യക്ഷനില്ല. ഒരു രാജേഷ് അച്ഛനുണ്ട് നമുക്ക് നേതൃത്വം നൽകാൻ. സ്പിരിച്വൽ ഫാദറായിട്ട് ഒരു സെബാസ്റ്റ്യൻ അച്ഛനുണ്ട്. ബാക്കിയെല്ലാം അൽമായ സഹോദരങ്ങളാണ്. കാരണം അൽമായർ തന്നെ അൽമായരെ പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. കഴിയുന്നവരെല്ലാം വരുമല്ലോ. വന്ന് നമുക്ക് പരസ്പരം പങ്കെടുത്ത് സന്തോഷിക്കാം, കർത്താവിൽ ആനന്ദിക്കാം, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ ജീവിതം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.